இல்லை இல்லை சொல்ல ஒரு கணம் போதும், இல்லை என்று சொல்லை தாங்குவதென்றால் இன்னும் இன்னும் எனக்கோ ஜென்மம் வேண்டும். என்ன சொல்ல போகிறாய்? சந்தன தென்றலை ஜன்னல்கள் தண்டித்தல் நியாயமா நியாயமா? காதலின் கேள்விக்கு கண்களின் பதில் என்ன? மௌனமா மௌனமா? அன்பே இந்தன் காதல் சொல்ல நொடியொன்று போதுமே, அதை நானும் மைப்பிக்கத்தானே ஒரு ஆயுள் வேண்டுமே. இல்லை இல்லை சொல்ல ஒரு கணம் போதும், இல்லை என்று சொல்லை தாங்குவதென்றால் இன்னும் இன்னும் எனக்கு ஒரு ஜென்மம் வேண்டும். என்ன சொல்ல போகிறாய்? என்ன சொல்ல போகிறாய்? சந்தன தென்றலை ஜன்னல்கள் தண்டித்த நியாயமா நியாயமா? காதலின் கேள்விக்கு கண்களின் பதில் என்ன? மௌனமா மௌனமா? அன்பே இந்தன் காதல் சொல்ல நொடியொன்று போதுமே, அதை நானும் மைப்பிக்கத்தானே ஒரு ஆயுள் வேண்டுமே. இல்லை இல்லை சொல்ல ஒரு கணம் போதும், இல்லை என்று சொல்லை தாங்குவதென்றால் இன்னும் இன்னும் எனக்கு ஒரு ஜென்மம் வேண்டும். என்ன சொல்ல போகிறாய்? என்ன சொல்ல போகிறாய்? இதயம் ஒரு கண்ணாடி, உனது பிம்பம் விழுந்ததடி, இதுதான் சொந்தம் இதயம் சொன்னதடி. கண்ணாடி பிம்பம் கட்ட கயிர் ஒன்றும் இல்லையடி, கண்ணாடி ஊஞ்சல் பிம்பம் ஆடுதடி. நீ ஒன்று சொல்லடி பெண்ணே, இல்லை நின்று கொல்லடி கண்ணே. எந்தன் வாழ்க்கையே உந்தன் விழி விளம்பில் என்னை துரைத்தாதே, உயிர் கரையாதே. இல்லை இல்லை சொல்ல ஒரு கணம் போதும், இல்லை என்று சொல்லை தாங்குவதென்றால் இன்னும் இன்னும் எனக்கு ஒரு ஜென்மம் வேண்டும். என்ன சொல்ல போகிறாய்? என்ன சொல்ல போகிறாய்? சந்தன தென்றலை ஜன்னல்கள் தண்டித்த நியாயமா நியாயமா? காதலின் கேள்விக்கு கண்களின் பதில் என்ன? மௌனமா மௌனமா? விழிய வந்து பின்னாலும் விழியாத இரவு எது? பூவாசம் வீசும் உந்தன் கூந்தலடி.
உலகமிருந்த பின்னும் இருளாத பாகம் எது? கதிர் வந்த பாயம் உந்தன் கண்களடி. பல உலக அழகிகள் கோடி உன் பாதம் கழுவலாம் வாடி. என் தளிர் மலரே என்னும் தயக்கம் என்னை புரியாதா? இது வாழ்வா சாவா? என்ன சொல்ல போகிறாய்? என்ன சொல்ல போகிறாய்? நியாயமா நியாயமா? என்ன சொல்ல போகிறாய்? என்ன சொல்ல போகிறாய்? மௌனமா மௌனமா? என்ன சொல்ல போகிறாய்? ആഹാ ധാരപ്പാ നൈസ്. അബിക്കുട്ടാ, എന്ത് പറ്റിയടാ? നിന്റെ പെണ്ണ് എവിടെ പോയി? നീ ഇതിനെ എന്നെയൊക്കെ വന്നിട്ട് നിന്റെ പെണ്ണാന്ന് വിചാരിച്ചാ? ഇല്ല, ക്യാരക്ടറിലായിട്ട് ഇറങ്ങിയതാ. ഓ, കാണുന്നതെല്ലാം ആ കാമുകയാണെന്ന് വിചാരിച്ചു. ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല. എന്നെ കണ്ടപ്പോ അല്ല, ഫോൺ വിളിച്ചിട്ട് എന്താ അടി പറഞ്ഞത്? കിട്ടും കേട്ടോ. ഇത് ആ ഒരു സ്വഭാവം മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ല, ആ ഫോൺ വിളിച്ചിട്ട് എന്താ സംഭവിച്ചത്? അത് ആ കോള് വന്നപ്പം എടുത്തപ്പോ അത് കട്ടായി പോയി. അത്രേ ഉള്ളൂ. ഞാൻ അവള് ചത്തന്ന് നിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട്. ഇപ്പൊ നമ്മള് മൊബൈലിൽ സംസാരിക്കുന്നവരെ കട്ടാവത്തില്ല. മൊബൈൽ എടുത്തെറിയോ? തേച്ചു എന്നൊക്കെ അവള് ചത്തു എന്ന് പറഞ്ഞപ്പോ ഇപ്പം വന്നിട്ട് ഭയങ്കര ഡാൻസ്. ആ സന്തോഷമായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഇടയ്ക്ക് രണ്ടാമത്തെ ബീജാപ്പം അവളെ നോക്കി ആ സങ്കല്പത്തിലെ ആ ഒരു കാമുകയാണെന്ന് വിചാരിച്ച് എവിടെ നോക്കുമ്പോഴും അവളുടെ മുഖം. അങ്ങോട്ട് നോക്കിയാലും അവൻ വിചാരിക്കും ആ കുട്ടിയാണ്, ഇങ്ങോട്ട് നോക്കിയാലും വിചാരിക്കും ആ കുട്ടി. ഓക്കെ, അപ്പൊ എന്തായാലും ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. ചോദിക്കാം ഹരിച്ചേട്ടാ. അഭിനവേ, എന്തോ സാർ? ഫസ്റ്റ് ഓഫ് ഓൾ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. അപ്പൊ എനിക്ക് മെയിൻലി തോന്നിയ ഡിക്ഷനാണ്. ഇതില് ഒരു തമിഴ് സോങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അപ്പം പാടുമ്പോൾ ഭയങ്കര മലയാളം ഇങ്ങനെ ഡിക്ഷൻ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, അത് വർക്ക് ചെയ്താൽ മതി അതിൽ കേട്ടോ. അത് നമ്മുടെ ആ ആക്സെൻറ്റ് തമിഴ് പറയുമ്പോൾ നമ്മൾ തമിഴ് സോങ്സ് പാടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ പാടണം. അത് അവർക്ക് മെയിൻ ആ ഭാഷയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ആ ട്യൂൺ. അപ്പം ആ ഭാഷ കുറച്ചും കൂടി ഒന്ന് വർക്ക് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആദ്യത്തെ 2 ബാർ പോയല്ലേ? പോയി തോന്നുന്നു. എനിക്ക് ഉറപ്പാ പോയിന്ന്. അത് പോയി. ഞാൻ ഇവിടുന്ന് പാടി തുടങ്ങി അവർക്ക് വേണ്ടി. എനിക്ക് അവരെങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതി. ഇവരെല്ലാവരും ഇങ്ങനെ പോയി. ഇനി ഇവൻ എന്താ പാടാൻ പോകുന്നത്? ഞാൻ ഇവിടുന്ന് സന്തനത്തിൻ. അപ്പം നീ അനങ്ങുന്നില്ല, നീ അപ്പോഴും ഇവ അങ്ങനെ നിന്നിട്ട് അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ചോദിച്ചോക്ക് ചേട്ടന്മാരുടെ. അനുപേട്ടനൊക്കെ ആ സമയത്ത് എന്തൊക്കെയോ മാനേജ് ചെയ്തു. എല്ലാരും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത്. ഫോൺ വന്നതോടുകൂടി എല്ലാം പോയി. അതെ, അത് പിന്നെ ഫോൺ വരുമെന്ന് വിചാരിച്ചിട്ട് അവന് മിസ്സായി പോയത്. അതെ, ഞങ്ങള് ശരത്തേട്ടൻ പറഞ്ഞു ആരാണോ ഒരു വല്ലാത്ത ഡാർക്ക് ന്യൂസ് അറിഞ്ഞിട്ട് ഇനി അവന്റെ എക്സ്പ്രഷൻ അങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞ ഉടനെ ഇവൻ ഭയങ്കര സന്തോഷം. എടാ, ഒരു വിഷമ പാട്ട് കേട്ടിട്ട് ആദ്യമായിട്ട് ഇത്രയും ചിരിക്കുന്നത്. കുറെ സംഗതീസൊക്കെ നന്നായിട്ട് പാടി, കുറെ സംഗതീസൊക്കെ പ്രശ്നമായി നമുക്ക്. അപ്പൊ ആ മെയിൻലി എനിക്ക് തോന്നിയതാ ഇല്ലയടേ ആ സംഗതിയില്ലേ ചരണത്തിലുള്ള പൂവാസം വീസും മുന്തൻ കൂന്തലടി. ഇപ്പൊ ഓക്കെ കേട്ടോ. അത് ആ സമയത്ത് കിട്ടാത്തതുകൊണ്ടാ. മോൻ അറിയാം അതൊക്കെ. പിന്നെ കുറച്ചുകൂടി ഒന്ന് അലേർട്ടായിരിക്കണം കേട്ടോ. ഇത്ര ഓർക്കസ്ട്ര ഒക്കെ നിന്ന് വായിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് തുടങ്ങണം. അത് എന്താ പറയുക, എല്ലാവരും ഇപ്പം ഓൺ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിംഗേഴ്സ് മാത്രമല്ല, ഓർക്കസ്ട്ര ടെക്നീഷ്യൻസ് ഇവർക്കൊക്കെ റോളുണ്ട്. അപ്പം നമ്മൾ കുറച്ച് അലേർട്ടായിട്ട് നിന്ന് ആ സ്റ്റാർട്ടൊക്കെ കറക്റ്റായിട്ട് തുടങ്ങണം കേട്ടോ. ഓക്കെ മോനെ, അപ്പോൾ ബാക്കി നമ്മുടെ ജഡ്ജസ് പറയും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സാർ, നല്ല ഉഗ്രം പാട്ടടാ ചക്ര. അതിലൊന്നും നമുക്ക് എതിര് അഭിപ്രായമില്ല. മോനെ, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലിറിക്സ് വൈരമുത്തു സാറ്, മ്യൂസിക് AR റഹ്മാൻ സാറ്, സിനിമ കണ്ടുകൊണ്ടേ പാടിയത് ശങ്കർ മഹാദേവൻ സാർ. നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. പിന്നെ പ്രധാനമായിട്ട് അതിന്റെ ഹൃദയം എന്ന് വിചാരിക്കുന്ന പോർഷൻസ് ഒക്കെ മോന് കൈവിട്ടു പോയിട്ടുണ്ട്. എന്നാൽ നിന്നെ കൊണ്ട് അത് പാടാൻ പറ്റുന്നതാണ്. തൊണ്ടടപ്പുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. അത് പക്ഷെ കണ്ടാ പറയത്തില്ലടാ.
പിന്നെ മോനെ ഈ തമിഴ് നീ വേറെ ഏതാണ്ടൊക്കെയാടാ പറയുന്നത്. അതെന്താണ് അങ്ങനെ? ആദ്യം തുടക്കം ഒന്ന് പറയാമോ? இல்லை இல்லை சொல்லை அல்ல இல்லை இல்லை சொல்ல ആ ஒரு கணம் போதும் இல்லை என்று சொல்லை ഇല്ല എன்ற சொல்லை இல்லை என்று சொல்லி என்றா இல்லை என்று சொல்லி தாங்குவதென்றால் இன்னும் இன்னும் எனக்கோர் ஜென்மம் வேண்டும் என்ன சொல்ல போகிறாய். അതിന്റെ അർത്ഥം എന്താണ്? ഇത് നമുക്ക് ഏകദേശം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാ. ഇല്ല ഇല്ല സൊല്ല இல்லை இல்லை ഒരു കണം പോതും എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല എന്ന് പറയാൻ ഒരു 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 സെക്കൻഡ് മതി. ഇല്ല എன்ற சொல்லை താങ്ങുവതെன்றாൽ இல்ல അത് താങ്ങണമെങ്കിൽ പറ അടുത്തത്. இன்னுം இன்னுം எனக்கோർ ഇന്നും എനിക്ക് ഇനി അത് താങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ജന്മവും കൂടെ വേണം. നീ എന്താ പറയാൻ പോകുന്നത്? ഇന്നും എന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് എന്നെ സൊല്ല പോകിറായി. നീ എന്താ പറയാൻ പോകുന്നത്? ഇത് അത്ര ഹൈലി റൊമാൻറ്റിക്കാണ്. അത് പിന്നെ പറയേണ്ട കാര്യമില്ല, വൈരമുത്തു സാറല്ലേ. അപ്പം മക്കളെ അതുപോലെ കുറേ ഏരിയകൾ ഒരു ആയുൾ വേണ്ടുമേ. ആയുൾ എന്ന് പറഞ്ഞാൽ ആയുസ് കേട്ടോ. ശരി അതൊക്കെ നോക്കണം. കാരണം ഞാൻ തമിഴ്നാട്ടിൽ ജീവിക്കേണ്ടത്, അതുകൊണ്ടായി പറയുന്നത്. എന്നാ അണ്ണാച്ചി ഒന്നുമേ സൊല്ലാമ വന്നിരിക്കീങ്ക എപ്പടി എന്നൊക്കെ ചോദിക്കും. നിന്നെ കൊണ്ട് പാടാൻ പറ്റും, പക്ഷെ കുറച്ചും കൂടെ ചില ഏരിയകൾ നന്നാക്കാമായിരുന്നു മോനെ കേട്ടോ. പ്രത്യേകിച്ച് മുകളിൽ പോകുന്നതൊക്കെ അതൊക്കെ അല്ലേ എൻ്റെ ഒരു സുഖം. എന്നാ ശങ്കർ അണ്ണാച്ചി പാടി കീറി വെച്ചേക്കാ പാട്ട്, പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് നീ പാടുമ്പോഴേ എനിക്കിങ്ങനെ കേട്ടോണ്ടിരുന്നത്. കാരണം അത്രയും എനിക്കൊരു അടുപ്പമുള്ള വ്യക്തിയാണ് ശങ്കർ മഹാദേവൻ. അപ്പോൾ കുറേ സന്തോഷം മോനെ. എന്തൊക്കെയാലും മക്കളെ അത്ര ഉള്ളടാ. കൊള്ളാം. താങ്ക് യു ശരത് സാർ. ചേച്ചി അഭിനവ് എന്തോ മാം? കലക്കി. താങ്ക് യു മാം. എനിക്ക് ഇഷ്ടപ്പെട്ടു അവന്റെ ആ ഒരു കൊച്ചു മനസ്സിലുള്ള ഒരു കഥ. അതെ, അത് അവനിങ്ങനെ മനസ്സിലെ കഥയൊക്കെ ഉണ്ട്, അത് എങ്ങനെ പുറത്തു കൊണ്ടുപോകണമെന്ന് മാത്രം അറിഞ്ഞുകൂടാ. പക്ഷെ ഉള്ളിലുള്ള കഥ അനുസരിച്ച് നമ്മളിതിപ്പം പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ തീർന്നു പോയി. പക്ഷെ അവന് ഉള്ളിൽ വല്ലാണ്ട് കഥ ഡെവലപ്പ് ചെയ്ത് അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു, പിന്നെ അവളെ വിളിച്ച് കിട്ടിയില്ല, ഇനി വിളിച്ച് കിട്ടിയില്ലെങ്കിലോ, എടുത്തു താഴെ ഇട്ടു, എക്സ്പ്രഷൻ മുഖത്തുണ്ടായിരുന്നു. പിന്നെ ആ ഡാൻസ് ഉടനെ വന്നതുകൊണ്ടാണ് നമുക്കത് അങ്ങോട്ട് ഇനി ഇത് ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്തതാണോ എന്നുള്ളൊരു ഫീലിംഗ് വന്നത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് മോനെ ഉദ്ദേശിച്ചൊക്കെ നമുക്ക് മനസ്സിലായി. പിന്നെ ചുമ്മാ തമാശയ്ക്ക് പറയുന്നതാ ഓരോന്ന്. സാരില്ല, നല്ല നല്ല ഐഡിയ ആയിരുന്നേ. താങ്ക് യു മാം. ഈ സംഭവം ക്രിയേറ്റ് ചെയ്ത നല്ലൊരു ഐഡിയ ആണ്. പിന്നെ പോകുമ്പോഴൊക്കെ കാണുന്ന ആളൊക്കെ എൻ്റെ ആ കാമുകിയാണോ എന്നുള്ള തോന്നലും. നന്നായി പാടിയിടാ. താങ്ക് യു. നല്ല ഇത് ആക്ച്വലി കുറച്ച് ടഫായിട്ടുള്ളൊരു പാട്ടാണ്. ശങ്കർജിയുടെ പാട്ടുകളൊക്കെ അങ്ങനത്തെ പാട്ടുകൾ. അത് മോൻ നന്നായി പാടി. താങ്ക് യു മാം. മോൻ്റെ വോയിസിന് പറ്റുന്ന വിധത്തിൽ അത് ചില വാക്കുകൾ അതുപോലെ ഞാൻ നോട്ട് ചെയ്തതൊന്ന്, സന്തനത്തെன்றலை ജന്നൽകൾ ദണ്ഡിത്താലല്ലേ അല്ലേ? അപ്പം അത് എല്ലാ സ്ഥലത്തും ഈ ദണ്ഡിത്തൽ എന്നാ കേൾക്കുന്നത്. ഇതൊരു സ്ഥലപ്പേര് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ദിണ്ടികൾ. അപ്പൊ ഞാൻ തലപ്പാ കെട്ടി ബിരിയാണി ആലോചിച്ചു. അതുപോലെ മോനെ ഈ ഭാഷ ഒന്ന് കറക്റ്റ് ചെയ്യണം. ശരി. അത് ആക്സെന്റ് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈ വാക്കുകൾ ചിലത് ഉച്ചരിക്കുന്ന രീതി, ഇത് എന്താണ് കറക്റ്റ് വാക്കെന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്താൽ ഓക്കെ. കാരണം ഈ ഭാഷ അറിയാവുന്ന എത്ര ആൾക്കാരുണ്ട് അല്ലേ? നന്നായി പാടി. വേറെ ഒന്നും ഇതിൽ പറയാനില്ല. കാരണം കുറേ അവൻ കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാടൊക്കെ വെറുതെ പോയില്ല കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഒരു സെറ്റൊക്കെ ചെയ്ത് തന്ന് മനോഹരായി. താങ്ക് യു മാം. കേട്ടോ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ശരത് സാർ. മക്കളെ കങ്കുവാ, എന്താ സാർ? നിനക്ക് 8.6. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി അഭിനവിന് ഞാൻ 8.8. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഹരിച്ചേട്ടാ. അഭിനവേ എന്താ സാർ? അപ്പൊ ഇനി ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ശരി സാർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല പെർഫോമൻസ്. താങ്ക് യു പിന്നെ ഹരിച്ചേട്ടാ. പറയാൻ മറന്നു, ഞങ്ങളുടെ രണ്ട് കോറസ് പിള്ളേർ അവിടെ ഉണ്ട്. അതെ, നിങ്ങൾ നന്നായിരുന്നു, രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഓക്കെ, അപ്പൊ ടോട്ടൽ 17.4.